Hi students, I am Reshma Anish, Computer Faculty, Talent Infosys, Balaramapura. Talent Infosys ഒരുക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മുടെ വേർഡ് ഡോക്യുമെന്റിൽ എങ്ങനെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം, അതെങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇല്ലുസ്ട്രേഷൻസിൽ പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയെല്ലാം പഠിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇല്ലുസ്ട്രേഷനിൽ തന്നെ സ്മാർട്ട് ആർട്ട്, നമ്മുടെ വേർഡ് ഡോക്യുമെന്റിൽ ഒരു സ്മാർട്ട് ആർട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, നമുക്ക് അതിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഒരു ചാർട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതിൽ ഡാറ്റാസ് എങ്ങനെയാണ് എൻറ്റർ ചെയ്യുന്നത്, നമ്മുടെ വേർഡ് ഡോക്യുമെന്റിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഹൈപ്പർ ലിങ്ക് എങ്ങനെ കൊടുക്കും എന്നതിനെ പറ്റിയിട്ടൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്ത് പറയാൻ പോകുന്നത് ഇൻസേർട്ടിലെ സ്മാർട്ട് ആർട്ടിനെ പറ്റിയിട്ടാണ്. സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് അലൗസ് us to create diagrams that convey a process or a range of graphical list. The smart art graphic is a visually communicating information. It ranges from graphical list and process diagrams to more complex graphics such as Venn diagram, organizational chart. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? സ്മാർട്ട് ആർട്ടിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്മാർട്ട് ആർട്ട് ഇൻസേർട്ട് ചെയ്യാം? ഒരു സ്മാർട്ട് ആർട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക? സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഡയഗ്രാംസ് ഒക്കെ നമുക്ക് എന്തിൽ സ്മാർട്ട് ആർട്ട് വഴി കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്കിതിൽ ഏത് സ്മാർട്ട് ആർട്ടാണ് നമുക്ക് വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? അത് ചൂസ് ചെയ്യണം. ഒത്തിരി ഉണ്ട്. പ്രോസസ്സ്, സൈക്കിൾ, റിലേഷൻഷിപ്പ്, മാട്രിക്സ്, പിരമിഡ്, അങ്ങനെ നമുക്ക് ഏതാണോ വേണ്ടത് അതെന്ത് ചെയ്യണം? സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഇതിവിടെ വന്നു. നമുക്കത് എന്ത് ചെയ്യാം? ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ കൊടുക്കുകയാണ്. ഓരോ സബ്ജക്ട്സിൻ്റെ പേര് കൊടുക്കുകയാണ് ഞാൻ. മലയാളം, അടുത്ത ടെക്സ്റ്റിൻ്റെ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? ഇംഗ്ലീഷ് ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു സ്മാർട്ട് ആർട്ടിലുള്ള കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തു. എനിക്കിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഡിസൈൻ ടൂൾസ് ഡിസ്പ്ലേ ആയി കാണിക്കും. എനിക്കിതിൽ ചേഞ്ച് കളേഴ്സ്, എനിക്കിവിടെ എന്ത് ചെയ്യാം? കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. എനിക്ക് ആ ഒരു പിരമിഡിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു മോഡലിൻ്റെ കളർ എനിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ചേഞ്ച് കളർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ലുക്ക്, ഇനി എനിക്കിവിടെ സ്മാർട്ട് ആർട്ട് സ്റ്റൈലുണ്ട്. ഇതിലെനിക്ക് ഏത് ഒരു മോഡൽ 3D എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, റീസെറ്റ് ഗ്രാഫിക് ഉണ്ട്. റീസെറ്റ് ഗ്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഏത് മോഡലായിരുന്നോ ആ മോഡലിലിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് ആർട്ട് ഇൻസേർട്ട് ചെയ്യുമ്പം ഏത് റിബണാണ് ഡിസ്പ്ലേ ആവുന്നത്? ഡിസൈൻ മെനുവിൽ വരുന്ന റിബണാണ് ഡിസ്പ്ലേ ആവുന്നത്. അതിൽ നമുക്ക് ചേഞ്ച് കളർ എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് ഇവിടെ സ്മാർട്ട് ആർട്ട് സ്റ്റൈലിൻ്റെ അവിടെ നമുക്ക് ഏത് മോഡലിൽ, അതായത് ആ 3D എഫക്ട്സ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ദെൻ അടുത്ത് വരുന്നത് ഇൻസേർട്ടിൽ വരുന്നത് ചാർട്ടാണ്. എന്താണ്? അടുത്ത ഇൻസേർട്ടിൽ വരുന്ന ഓപ്ഷനാണ് ചാർട്ട്. ദ ചാർട്ട് ഈസ് യൂസ്ഡ് ടു ഇല്ലുസ്ട്രേറ്റ് ആൻഡ് കമ്പയർ ഡേറ്റ. ഇറ്റ് ഇൻക്ലൂഡ്സ് ബാർ, പൈ, ലൈൻ, ഏരിയ ആൻഡ് സർഫസ് എക്സെട്ര. ഒരു ഡാറ്റ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഡാറ്റാസ് തമ്മിൽ കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് മാർക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ചാർട്ട് രൂപേണ അവതരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്? ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചാർട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇൻസേർട്ട് മെനു ക്ലിക്ക് ചെയ്യുക, അതിൽ ചാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ദെൻ
നമുക്ക് ചാർട്ടിൽ ഏത് ചാർട്ടാണോ നമുക്ക് ആവശ്യം ആ ചാർട്ട് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഞാനിവിടെ കോളം ചാർട്ടിൽ ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഒരു എക്സൽ ഫയൽ ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ സീരീസ് 1, സീരീസ് 2, സീരീസ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഈ സീരീസ് 1ൻ്റെ അവിടെ ഞാൻ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, സ്റ്റുഡൻസിൻ്റെ പേര് കൊടുക്കുകയാണ്. ടാബ് പ്രസ് ചെയ്താൽ അടുത്ത കോളത്തിലോട്ട് പോകും. അടുത്ത് ഞാൻ കൊടുക്കുന്നത് സബ്ജക്റ്റ് ആണ്. ത്രീ സബ്ജക്റ്റ് കൊടുത്തു. ഇനി ഇവർക്ക് ആ 3 സബ്ജക്ട്സിനും കിട്ടിയ മാർക്സ് ഞാൻ കൊടുക്കുകയാണ്. 45, 48. ഓക്കെ, 3 സ്റ്റുഡൻസിൻ്റെ മാർക്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ എക്സൽ ഷീറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നുള്ള ആ ഒരു ഷീറ്റ് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തു. ഞാനത് ക്ലോസ് കൊടുത്തു. ലുക്ക്, ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് ഓരോ കളറും എന്തിനെയാണ്, കൃഷ്ണ, വൈഷ്ണ, ഗൗരി. ഇനി എന്താണ് മലയാളത്തിന് നോക്കിക്കേ, ബ്ലൂ കളർ. നമുക്ക് അവിടെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും 49. മലയാളം ഗൗരിക്ക് 49. ഇതുപോലെ നമുക്ക് ഓരോ ചാർട്ടും ഏത് മോഡലിൽ വേണോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചാർട്ടിന് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ഡിസൈനിൽ തന്നെ ഇവിടെ നമുക്ക് ചാർട്ട് സ്റ്റൈലുണ്ട്. ഈ ചാർട്ട് സ്റ്റൈൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഏത് മോഡലിലുള്ള ചാർട്ട്, 3D ചാർട്ട് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ലുക്ക്, അപ്പോൾ ആ ഒരു മെത്തേഡിലുള്ള ചാർട്ട് അവിടെ ഡിസ്പ്ലേ ആയി കാണിക്കും. അപ്പോൾ എങ്ങനെയാണ് ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്, ഇൻസേർട്ട് മെനു എടുക്കുക, ചാർട്ട് ഓപ്ഷൻ എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ചാർട്ടാണോ ഇതിൽ വേണ്ടത്, ബാർ ചാർട്ടാണോ ഏരിയ ചാർട്ടാണോ ഏതാണ് വേണ്ടത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു സെയിലിൻ്റെ ഡാറ്റയാണ് വന്നിരിക്കുന്നത്, അത് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 3D എഫക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഡാറ്റ വേറെ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷനുണ്ട്. എഡിറ്റ് ഡാറ്റ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, എനിക്കിവിടെ മാറ്റി കൊടുക്കാം. സെയിൽസിൻ്റെ ഇതിനിവിടെ എനിക്ക് എന്ത് കൊടുക്കാം, സബ്ജക്റ്റ് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. ഞാനിവിടെ ഓരോ സബ്ജക്റ്റിൻ്റെ ആ ഒരു റേഷ്യോ ആണ് കൊടുത്തത്. എത്ര ഒരു സ്റ്റുഡൻസ് എക്സാം എഴുതിയ ആ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു പെർസെൻറ്റേജാണ് ഞാൻ കൊടുത്തത്. എങ്കിൽ എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. ദെൻ ഇതിനെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. കണ്ടോ, മലയാളം എത്രയുണ്ട്, ആ ഒരു കളർ റേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അറിയാൻ സാധിക്കും. ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി ഓരോ ആ ഒരു റേഞ്ച്. ഓക്കെ, ഏറ്റവും കൂടുതൽ മലയാളമാണ്, 59% ആണ്. ദെൻ അടുത്തത് എന്താണ്, ഹിന്ദി 1.2 9%. ദെൻ 1.4 3.2. ഇവിടെ നമുക്ക് എഡിറ്റ് ഡാറ്റ കൊടുത്തിട്ട് കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ചാർട്ട് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇലിസ്ട്രേഷൻസിൽ വരുന്നത് ഏതൊക്കെയാണ്, പിക്ചർ, ക്ലിപ്പ് ആർട്ട്, ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്. ഇത് 5 ആണ് ഇലിസ്ട്രേഷൻസിൽ വരുന്നത്. അടുത്ത ഓപ്ഷൻ നമുക്ക് പറയാനുള്ളത് ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, എ ഹൈപ്പർ ലിങ്ക് ഈസ് എ ടെക്സ്റ്റ് ഓർ ഇമേജ് ദാറ്റ് യു ക്യാൻ ക്ലിക്ക് ഓൺ ടു ജംപ് ടു എ ന്യൂ ഡോക്യുമെൻറ്റ് ഓർ എ ന്യൂ സെക്ഷൻ വിത്തിൻ ദ കറണ്ട് ഡോക്യുമെൻറ്റ്. ഈ ഒരു ഡോക്യുമെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഡോക്യുമെൻറ്റിലെ ഡാറ്റ ഇവിടെ ഹൈപ്പർ ലിങ്ക് ചെയ്ത് കൊടുക്കും. അതായത് ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക്, അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മൗസ് ക്ലിക്ക് വഴി എത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഹൈപ്പർ ലിങ്ക്. ഞാനിപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ജനറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടർ ജനറേഷൻ ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത നോട്ട് കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷനാണ്.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിൻഡോയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്ത് കൊടുത്തു, നെക്സ്റ്റ് കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ എന്ന് കൊടുത്തു. ദെൻ ഞാൻ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ഡയലോഗ് ബോക്സ് വരും. ആ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഫയൽ ഞാൻ എവിടെയാണ് സേവ് ചെയ്തിട്ടേക്കുന്നത് ആ ഫയൽ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു മൈ ഡോക്യുമെൻറ്റ്സ് എടുത്തു. കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ എടുത്തു, ഞാൻ ഓക്കെ കൊടുത്തു. ലുക്ക്, ഇവിടെ ഒരു ബ്ലൂ കളറായിട്ട് വരുന്നില്ലേ, ഇതാണ് ആ ഹൈപ്പർ ലിങ്ക്. ഇനി ഞാൻ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്ന ആ നോട്ട്സൊക്കെ ഞാൻ വായിച്ചു, റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് അടുത്ത് നെക്സ്റ്റ് കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷനിലോട്ട് പോകണം. എന്ത് ചെയ്താൽ മതി, ഇവിടെ എനിക്ക് കൺട്രോൾ കീയും ഈ ഒരു ലിങ്കും കൂടെ പ്രസ് ചെയ്യണം. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ലിങ്ക് പ്രസ് ചെയ്യണം. നമ്മൾ കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ആ ഒരു മൗസ് പോയിന്റ് മാറി അവിടെ എന്താകുന്നുണ്ട്, ഒരു ഹൈപ്പർ ലിങ്ക്, ഒരു ഹാൻഡിൻ്റെ ഒരു സിമ്പൽ വരുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യണം. ലുക്ക്, ആ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഫയൽ ഇവിടെ എന്തായി, ഓപ്പണായി. അപ്പോൾ നമുക്ക് ആ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ റീഡ് ചെയ്യാൻ സാധിക്കും. എനിക്കിവിടെ വേണമെങ്കിൽ തന്നെ വീണ്ടും ഒരു ലിങ്ക് കൊടുക്കാം, പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്താ, എങ്ങോട്ട് പോകണം, എൻ്റെ പ്രീവിയസ് നോട്ട് എവിടെയാ, കമ്പ്യൂട്ടർ ജനറേഷൻ. എങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഫസ്റ്റ് ഈ കമ്പ്യൂട്ടർ ജനറേഷൻ എന്നുള്ളത് ഒന്ന് സേവ് അസ് കൊടുത്തിട്ട് കമ്പ്യൂട്ടർ ജനറേഷൻ മൈ ഡോക്യുമെൻറ്റ്സിൽ ഞാൻ സേവ് ചെയ്യുക. ഓക്കെ, ദെൻ എനിക്കിവിടെ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ഇവിടെ എന്ത് കൊടുക്കുക, ഞാൻ ഹൈപ്പർ ലിങ്ക് അപ്ലൈ ചെയ്യാം. ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ ഏത് ഓപ്ഷൻ എടുക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ജനറേഷൻ. കമ്പ്യൂട്ടർ ജനറേഷൻ എടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഇത് രണ്ട് ഡോക്യുമെൻ്റാണ്. എനിക്കിപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ നിന്നിട്ട് ഞാനിപ്പോൾ കമ്പ്യൂട്ടർ ജനറേഷൻ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. എനിക്കെന്ത് ചെയ്യാം, കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് ഈ ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടർ ജനറേഷൻ എന്നുള്ള ഫയലിലോട്ട് പോവാം. ലുക്ക്, കണ്ടോ, ഇതിനാണ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ. അതായത് ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത മറ്റൊരു ഡോക്യുമെൻറ്റോ ഒരു ഫയലോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യാം, ഇൻസേർട്ട് മെനുവിലെ ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ യൂസ് ചെയ്യാം. അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബുക്ക് മാർക്കാണ്. ബുക്ക് മാർക്ക് ഓപ്ഷൻ എന്തിനാണ്, എ ബുക്ക് മാർക്ക് ഫോർ ഫൈൻഡിങ് എ പ്ലേസ് ഇൻ എ ബുക്ക്. ഇപ്പോൾ നമ്മൾ ഒരു ബുക്കൊക്കെ വായിക്കുമ്പോഴത്തേക്കും ആ ബുക്കിൽ ലാസ്റ്റ് വായിച്ചെടുത്ത് ഒരു ബുക്ക് മാർക്ക് വെച്ചിട്ട് പോകും ഇല്ലേ. അതുപോലെ തന്നെയാണ് ഞാനിതിപ്പോൾ റീഡ് ചെയ്ത് വന്ന് ഞാനിവിടെ ഗ്രാഫിക് സിസ്റ്റം വരെ ആയി. ഞാൻ ഗ്രാഫിക് സിസ്റ്റം വരെ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, ഞാൻ ബാക്കി ഇനി നാളെ ആയിരിക്കും വന്ന് റീഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നാളെ ഇതൊരു ഒരു മാസ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ എനിക്ക് ആ പേജസ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന ടൈമിൽ എന്ത് ചെയ്യാം, ഞാൻ ബുക്ക് മാർക്ക് കൊടുക്കാം. ഞാനവിടെ കഴ്സർ പ്ലേസ് ചെയ്തിട്ട് ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു. ബുക്ക് മാർക്ക് നെയിമിൻ്റെ അവിടെ ഞാൻ എന്ത് കൊടുത്തു, ഗ്രാഫിക് എന്ന് കൊടുത്തു. ഗ്രാഫിക് ബുക്ക് മാർക്കിൻ്റെ അവിടെ ബുക്ക് മാർക്ക് നെയിമിൽ ഞാൻ ഗ്രാഫിക് കൊടുത്തു, ആഡ് കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ കഴ്സർ വേറൊരു പ്ലേസിൽ വെക്കുകയാണ്. എന്നിട്ട് എന്താ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്, എനിക്ക് ആ ഗ്രാഫിക്സിൽ എത്തണം, ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടോ ഗ്രാഫിക് കിടപ്പുണ്ട്. ഞാൻ അവിടെ ഗോ ടു കൊടുത്തു കഴിഞ്ഞാൽ കഴ്സർ എന്ത് ചെയ്യും, ആ പ്ലേസിലോട്ട് പോകും. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഈ മാഗ്നറ്റിക് കോർ മെമ്മറി ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ബുക്ക് മാർക്ക് കൊടുക്കുക. ബുക്ക് മാർക്ക് ഞാൻ അതിനെന്ത് പേര് കൊടുത്തു, മെമ്മറി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ വേറൊരു പേര് കൊടുക്കുന്നു, എന്ന് കൊടുത്തു. ദെൻ ആഡ് കൊടുത്തു. ഓക്കെ, ഞാൻ മെമ്മറിക്ക് എന്ന് കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ന് കൊടുത്തു. കൊടുത്തിട്ട് ഗോ ടു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ലോക്ക് എവിടെ പോയി, കഴ്സർ മെമ്മറിയുടെ അവിടെ പോയി. അപ്പോൾ ഇതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബുക്ക് മാർക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത് നിങ്ങൾക്ക് ഹെഡർ ആൻഡ് ഫൂട്ടറാണ് മെയിനായിട്ട് വരുന്നത്.
Next, header. Header and footer. Header is a text or graphics that is automatically printed at the top of every page in a document. And അതായത് ഒരു പേജിൻ്റെ ടോപ്പിൽ എല്ലാ പേജിലും ഒരേപോലെ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു മാറ്റർ, അതിനെയാണ് എന്ത് പറയുന്നത്, ഹെഡർ. ഫൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫൂട്ടർ ഈസ് എ ടെക്സ്റ്റ് ഓർ ഗ്രാഫിക് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി പ്രിൻറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് എവറി പേജ്. ഫൂട്ടർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പേജിൻ്റെ ലാസ്റ്റ് ആയിരിക്കും അപ്ലൈ ആവുന്നത്. ഹെഡർ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും അപ്ലൈ ആവുന്നത്, അതിൻ്റെ ടോപ്പിലും. ഫൂട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോട്ടത്തിലും. നമുക്കിപ്പോൾ ഒരു ഹെഡർ അപ്ലൈ ചെയ്യാം. ഹെഡറാണ് എനിക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന ഡയലോഗ് ബോക്സിൽ എനിക്ക് എവിടെയാണ് വേണ്ടത്, ഞാൻ ബ്ലാങ്ക് കൊടുത്തു. ഇവിടെ ടൈപ്പ് ടെസ്റ്റ്, എനിക്ക് ഈ ടൈപ്പ് ടെസ്റ്റ് വന്നു. ഇപ്പോൾ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഡിസൈൻ റിബൺ, അവിടെ ഡിസൈൻ ടൂളിൻ്റെ ഒരു റിബൺ അവിടെ ഷോ ചെയ്തു. എനിക്ക് ഹെഡറിൽ എന്തൊക്കെ കൊടുക്കാം, പേജ് നമ്പർ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഹെഡറിൽ എനിക്ക് 3 കോളംസ് വെച്ച് എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒറ്റ ഇതിൽ ടൈപ്പ് ടെസ്റ്റ് കൊടുക്കാം. ഇനി എനിക്ക് അവിടെ എന്ത് കൊടുക്കാം, പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാം. പേജ് നമ്പറാണ് വേണ്ടതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ പേജ് നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് നമ്പർ എനിക്ക് എവിടെ വേണം, ടോപ്പ് ഓഫ് ദ പേജിൽ തന്നെ, ലെഫ്റ്റ് സൈഡിൽ വേണോ, സെൻറ്ററിൽ വേണോ, അതേ 1 പേജ്, എനിക്ക് ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് ആ ഞാൻ പേജ് 1 ഓഫ് പേജ് കൊടുത്തു. ലുക്ക്, ഹെഡറിൽ എന്ത് വന്നു, പേജ് 1 ഓഫ് പേജ്. അതുപോലെ തന്നെ എനിക്ക് ഹെഡറിൽ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡേറ്റ് ആൻഡ് ടൈമിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്നത്തെ കറണ്ട് ഡേറ്റും ടൈമും സെലക്ട്, ഏത് ഫോമാറ്റാണോ എനിക്ക് വേണ്ടത് ആ ഫോമാറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ലുക്ക്, ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അലൈൻമെൻറ്റ് ലെഫ്റ്റ് കൊടുത്തു. എനിക്ക് ടാബ് കൊടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യാം, റൈറ്റിലോട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡേറ്റ് കൊടുക്കാം. ദെൻ എനിക്കിതിൽ എവിടെയെങ്കിലും പിക്ചർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് പിക്ചറും ഹെഡറിൽ കൊടുക്കാൻ സാധിക്കും. ഞാൻ ഒരു പിക്ചർ ചെറുതായിട്ട് ഹെഡറിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും എംബ്ലംസ്, ലെറ്റേഴ്സൊക്കെ വരുമ്പോൾ ലെറ്റർ പാഡൊക്കെ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സെയിമായിട്ട് വരേണ്ട മാറ്റർ ആണെങ്കിൽ ഹെഡറിൽ കൊടുക്കാം. ഇപ്പോൾ ലെറ്റർ പാഡൊക്കെ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഹെഡിങ് കാണുമല്ലോ, അതൊക്കെ നമുക്ക് എവിടെ കൊടുക്കാം, ഹെഡറിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പേജ് 1 ഓഫ് 2 പേജസ് ഉണ്ട്, അതിൽ ഫസ്റ്റ് പേജിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഹൈഡായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. കണ്ടോ, ഹെഡർ ഹൈഡായി നിൽക്കും. ലുക്ക്, ഈ സെക്കൻഡ് പേജിൽ ഞാൻ കൊടുത്തില്ല മാറ്റർ, ബട്ട് ഹെഡർ എന്ത് ചെയ്തു, സെക്കൻഡ് പേജിൽ വന്നു. പേജ് 2 ഓഫ് 2 ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പേജ് ഇൻസേർട്ട് ചെയ്യുക. ന്യൂ പേജ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പേജ് 1 ഓഫ് 3, പേജ് 2 ഓഫ് 3, പേജ് 3. കണ്ടോ, ഞാൻ എത്ര പേജ് ഇൻസേർട്ട് ചെയ്താലും ആ പേജിലെല്ലാം എന്ത് ചെയ്യും, ഈ ഹെഡർ എനിക്ക് കാണിക്കും. ഇനി എനിക്ക് ഹെഡറിൽ ചേഞ്ചസ് വരുത്തണം, എനിക്ക് അല്ലെങ്കിൽ ഈ ഹെഡർ വേണ്ട, റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഹെഡർ ഓപ്ഷൻ കൊടുത്താൽ മതി. ഹെഡർ എനിക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് ഹെഡർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡർ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് എനിക്കിവിടെ എന്തെങ്കിലും പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ പേജ് നമ്പർ കൊടുക്കുക. ഞാനിവിടെ ടോപ്പ് ഓഫ് ദ പേജ് കൊടുത്തു. ഓക്കെ, ഇനി ഹെഡർ എനിക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇനി അടുത്ത് ഫൂട്ടർ, എനിക്ക് ഫൂട്ടറാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഫൂട്ടറിൽ സെലക്ട് ചെയ്തിട്ട് ഫൂട്ടർ എന്ത് വേണമെന്ന് കൊടുക്കാം. ഞാൻ ഹെഡറിൽ പേജ് നമ്പർ കൊടുത്തു. ഞാൻ ഫൂട്ടറിൽ എനിക്ക് എന്ത് കൊടുക്കാം, ഞാൻ ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡേറ്റ് ആൻഡ് ടൈം. ലോക്ക്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഹെഡറിലാണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസേർട്ട് മെനു എടുത്തിട്ട് ഹെഡർ കൊടുത്തു. ഞാൻ ഇഷ്ടമുള്ളൊരു ഹെഡർ സെലക്ട് ചെയ്തു. അപ്പോഴത്തേക്കും ആ ഹെഡറിൻ്റെ ഒരു റിബൺ ഡിസ്പ്ലേ ആയി കാണിക്കും. എനിക്കിവിടെ പേജ് നമ്പറാണ് വേണ്ടതെങ്കിൽ ആ പേജ് നമ്പർ എനിക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടത്തിലാണ് ഞാനിപ്പോൾ കൊടുത്തത്. ബോട്ടത്തിൽ കൊടുക്കുമ്പോൾ അത് ഫൂട്ടറായി പോകും. ഞാൻ ടോപ്പിൽ കൊടുക്കണം, എങ്കിലേ ഹെഡറിൽ വരത്തുള്ളൂ. ഓക്കെ, എനിക്കിനി ഹെഡറും വേണം ഫൂട്ടറും വേണം. ഫൂട്ടർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ തന്നെ ഫൂട്ടർ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഫൂട്ടർ വരും. പേജ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തു. അപ്പോൾ എനിക്ക് ഇവിടെ എന്താ വേണ്ടത്, എനിക്ക് ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേറെ എല്ലാ പേജിലും വേറൊരു ഷേപ്സ് എനിക്ക് ഇൻസേർട്ട് ചെയ്യാം.
എനിക്ക് പിക്ചേഴ്സ് എന്തെങ്കിലും എന്ത് ചെയ്യാം, പിക്ചേഴ്സ് എന്തെങ്കിലും ആണ് വേണ്ടതെങ്കിൽ എനിക്കൊരു പിക്ചർ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് ചെറുതാക്കാം. ഞാനൊരു പിക്ചറിനെ എടുത്തിട്ട് നമുക്ക് ക്രോപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, ക്രോപ്പ് ഓപ്ഷൻ വെച്ച് ഞാൻ ക്രോപ്പ് ചെയ്ത് ഒരു ലൈനാക്കി. ലുക്ക്, ടെക്സ്റ്റ് ഡ്രാഗ് കൊടുത്തു, ഞാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ് കൊടുത്തു. എനിക്കിനി മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി അടുത്തൊരു പേജ് ഇൻസേർട്ട് ചെയ്യുകയാണ്. നോക്കിക്കേ, ഞാൻ ഏതൊക്കെ പേജസ് ഉണ്ടോ ആ പേജിൽ ആ ഒരു പിക്ചർ അവിടെ ലൈനായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഹെഡറും ഫൂട്ടറും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഹെഡർ എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, റിമൂവ് ഹെഡർ കൊടുക്കാം. ഫൂട്ടർ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഫൂട്ടർ കൊടുക്കാം. ഹെഡർ ഫൂട്ടർ റിമൂവ് ചെയ്തു. എനിക്ക് അല്ലാതെ തന്നെ പേജ് നമ്പർ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ തന്നെ പേജ് നമ്പർ കൊടുക്കാം, എവിടെ വേണമെന്നുള്ളത്.